ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ മൊഡ്യൂൾ 4 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് GST. എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൻ്റെ മേലെയുള്ള ടാക്സ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇൻപുട്ട് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പർച്ചേസ് ആണ്, ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സെയിൽസ്. അപ്പോൾ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അടയ്ക്കേണ്ടി വരുന്ന ഒരു ടാക്സ് ഉണ്ട്, അതാണ് ഇൻപുട്ട് ടാക്സ്. ആ ടാക്സ് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടാക്സ് തിരിച്ച് ക്രെഡിറ്റ് ആകുന്നത്? അതിന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ഗുഡ്സ് ഒന്നെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ ഉപയോഗിക്കുമ്പോഴാണ് ഈ ടാക്സ് നമുക്ക് തിരിച്ച് ക്രെഡിറ്റ് ആകുന്നത്. അല്ലാതെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്രെഡിറ്റ് ആകത്തില്ല. ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ സെയിൽ ചെയ്യുമ്പോഴും ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുമ്പോഴുമാണെന്ന് ഓർക്കുക. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് എന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യുമ്പോൾ ബയർ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഈ പർച്ചേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീസെയിൽ ചെയ്യാനോ വേണ്ടിയിട്ടോ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു റോ മെറ്റീരിയലാണ് ഇപ്പം പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തപ്പോൾ റോ മെറ്റീരിയലിൽ നമ്മളൊരു സർട്ടൻ പെർസെൻറ്റേജ് ടാക്സ് അടച്ചു. ഈ റോ മെറ്റീരിയൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ആരാകും? സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. അപ്പം നമ്മൾ ആരാണ്? സപ്ലയർ ആവുക. അപ്പം സെയിൽ ചെയ്യുന്നയാൾ സപ്ലയർ ആയിട്ടുള്ള ആൾ വേണം എന്തും കൂടെ അടയ്ക്കാൻ, ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു. ബയർ അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ചാർജ് ആവും. ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അല്ലാതെ 2 തവണ നമ്മളിപ്പം ടാക്സ് അടച്ചു. അതായത് ഇൻപുട്ട് ടാക്സ് എപ്പോഴടച്ചു? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തപ്പോൾ. ഇനിയും ഈ റോ മെറ്റീരിയൽസ് പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി സെയിൽ ചെയ്യുമ്പോൾ ആ സപ്ലയർ എന്ത് ചെയ്യുന്നു? വീണ്ടും ടാക്സ് അടയ്ക്കുന്നു. അപ്പം ഓൾറെഡി പർച്ചേസ് ടാക്സ് നമ്മൾ അടച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിന് നമ്മൾ ഇപ്പോൾ സെല്ലർ എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് അടയ്ക്കുമ്പോൾ നേരത്തെ നമ്മൾ അടച്ച ആ ഒരു ഇൻപുട്ട് ടാക്സ് ഉണ്ടല്ലോ, അത് മൈനസ് ചെയ്തിട്ടുള്ള ടാക്സ് മാത്രം എപ്പോൾ അടച്ചാൽ മതി? ആനുവൽ റിട്ടേൺ വരുമ്പോഴത്തേക്കും നമ്മൾ അടച്ചാൽ മതി. നേരത്തെ അടച്ചത് ഇലക്ട്രോണിക്കലി ക്രെഡിറ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കും. ഇലക്ട്രോണിക്കലി ക്രെഡിറ്റ്, അല്ലാതെ ആരും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് ക്യാഷ് നേരിട്ട് തരുന്നില്ല, ഇലക്ട്രോണിക്കലി ക്രെഡിറ്റ് ആയിട്ട്. അപ്പോൾ ഇത്രയും മാത്രം ഓർക്കുക. നമ്മൾ ടാക്സ് പേ ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്ത ഐറ്റംസിന് നമ്മൾ ആദ്യമേ ടാക്സ് അടച്ചു, അത് ഇൻപുട്ട് ടാക്സ്. ഇനി അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ സെയിൽസ് ടാക്സ് അടയ്ക്കണം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡബിൾ ടാക്സ് ആയി. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള കൺസിഡറേഷൻ എന്താണ്, അല്ലെങ്കിൽ കൺസെപ്ഷൻ എന്താണ്? നമുക്ക് നേരത്തെ അടച്ച ആ ഒരു ഇൻപുട്ട് ടാക്സ് നമുക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. അത് ക്രെഡിറ്റ് ആയിട്ട് എനിക്ക് തിരിച്ചു വേണമെന്ന് ക്ലെയിം ചെയ്യാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോണിക്കലി ക്രെഡിറ്റ് ആയിട്ടേ കാണിക്കത്തുള്ളൂ, അല്ലാതെ നേരിട്ട് നമ്മുടെ കയ്യിലാരും കൊണ്ടു തരത്തൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ അർത്ഥം. ഇനി എങ്ങനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. എക്സാമ്പിൾ വെച്ച് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു മാനുഫാക്ചറർ ടാക്സ് പേയബിൾ ഓൺ ഔട്ട്പുട്ട്, ഫൈനൽ പ്രൊഡക്റ്റിന് അയാൾ അടച്ച എമൗണ്ട് എന്ന് പറയുന്നത് 450 റുപ്പീസാണ്. ഇനിയും പർച്ചേസ് ചെയ്തപ്പോൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തപ്പോൾ അയാൾ അടച്ച ടാക്സ് എന്ന് പറയുന്നത് 300 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര രൂപയായിരിക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് ഇലക്ട്രോണിക്കലി ക്രെഡിറ്റ് ആയിട്ട് കാണിക്കുന്നത്. 450 മൈനസ് 300 150 റുപ്പീസ് ആയിരിക്കും അയാൾക്ക് ഒറിജിനൽ ടാക്സ് അടച്ചാൽ മതി. ഈ 300 റുപ്പീസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലി ക്രെഡിറ്റ് ആയിട്ട് അയാളുടെ അക്കൗണ്ടിൽ കാണിക്കും. ഇനി വർക്കിംഗ് ഓഫ് ഇൻപുട്ട് ടാക്സ് അണ്ടർ GST എങ്ങനെയാണ് ഇൻപുട്ട് ടാക്സ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സപ്പോസ് മിസ്റ്റർ എ ഈസ് എ സെല്ലർ. മിസ്റ്റർ എ എന്ന് പറയുന്നൊരു വ്യക്തി സെല്ലറാണ്. അയാൾ മിസ്റ്റർ ബിക്ക് ഗുഡ്സ് വിറ്റു. അപ്പം വിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് വാങ്ങിച്ചത് ആരാണ്? ബി ആണ് വാങ്ങിച്ചത്. ഈ ബി വാങ്ങിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്തു? പർച്ചേസ് ടാക്സ് അടച്ചു, അല്ലേ? ബി വാങ്ങിച്ചപ്പോൾ പർച്ചേസ് ടാക്സ് അടച്ചു. ഇനി ബി ഇതെന്തിനു വേണ്ടിയിട്ടായിരിക്കും വാങ്ങിച്ചത്? എന്തെങ്കിലും റീസെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റിക്കോ വേണ്ടിയിട്ടായിരിക്കും ബി വാങ്ങിച്ചത്. അപ്പോൾ അത് ഭാവിയിൽ നോക്കുമ്പോൾ അയാൾ അത് എന്തും കൂടെ അടയ്ക്കേണ്ടി വരുന്നുണ്ട്, വേറെ വിൽക്കുമ്പോൾ സെയിൽ ടാക്സും അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും? ഈ ആദ്യമേ ഇപ്പം കൊടുത്ത ഈ എയ്ക്ക് ബി കൊടുത്ത പർച്ചേസിൽ കൊടുത്തപ്പോൾ കൺസിഡറേഷൻ കൊടുത്താണ് എയ്ക്ക് കൺസിഡറേഷൻ കിട്ടി.
ഈ എമൗണ്ടിൻ്റെ അകത്ത് നിന്ന് ടാക്സും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് പോയത്. അപ്പം ഈ ഇപ്പോൾ കൊടുത്ത പർച്ചേസ് ചെയ്തപ്പം കൊടുത്ത ടാക്സ് എമൗണ്ട് സെയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിലോട്ട് ബിയുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആകും. അപ്പം അങ്ങനെ ക്രെഡിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് നമുക്ക് നോക്കാം. എ അപ്ലോഡ്സ്, മിസ്റ്റർ എ ആണ്, മിസ്റ്റർ എ അപ്ലോഡ്സ് ഓൾ ഹിസ് ടാക്സ് ഇൻവോയ്സസ് ഡീറ്റെയിൽസ് ആസ് ഇഷ്യൂഡ് ഇൻ GSTR 1. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് റിട്ടേൺ 1 അനുസരിച്ച്, GSTR 1 അനുസരിച്ച് എ എന്ത് ചെയ്യും? എ ആണ് സെല്ലർ എന്ത് ചെയ്യും? എല്ലാ ടാക്സ് ഇൻവോയ്സസും, അതായത് അയാൾ ഡീറ്റെയിൽസ് മുഴുവനും സെയിൽ ചെയ്തതിൻ്റെ കാര്യങ്ങളെല്ലാം GSTR 1 അപ്ലോഡ് ചെയ്യും. ഇനി ദ ഡീറ്റെയിൽസ് അപ്ലോഡഡ് ബൈ മിസ്റ്റർ എ ഈസ് ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റഡ് ഓർ റിഫ്ലക്റ്റഡ് ഇൻ GSTR 2A. അപ്പം ഈ എ അപ്ലോഡ് ചെയ്ത ഈ കാര്യങ്ങളെല്ലാം, ഈ ഡീറ്റെയിൽസ് മുഴുവനും എങ്ങോട്ടേക്ക് പോകും? GSTR 2A പോകും. ദ സെയിം ഡാറ്റ വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ് വെൻ മിസ്റ്റർ ബി ഫയൽസ് ദ GSTR 2 റിട്ടേൺസ് വിച്ച് ആർ നത്തിങ് ബട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് ഹിസ് പർച്ചേസ്. അപ്പം എങ്ങനെ വരും? ഈ റിഫ്ലക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, GSTR 2A റിഫ്ലക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അത് എന്തുമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന, എന്തുമായിട്ട് മാച്ച് ആവും എന്നാണ് പറയുന്നത്? സെല്ല് ചെയ്ത ഡീറ്റെയിൽസ്, എ കാണിക്കുന്നത് സെല്ല് ചെയ്ത ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ GSTR 2ൻ്റെ അകത്ത് മിസ്റ്റർ ബി പർച്ചേസ് ചെയ്ത ഡീറ്റെയിൽസ് കാണിക്കും. അപ്പോൾ ഈ സെൽ ഡീറ്റെയിൽസും പർച്ചേസ് ഡീറ്റെയിൽസും രണ്ടും മാച്ച് ആകും. എവിടെ വെച്ച്? GSTR 2A GSTR 2 തമ്മിൽ മാച്ച് ആകും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും the details of the sale are then accepted and acknowledged for by Mr. B. ഈ സെയിൽ ചെയ്ത ഈ ഡീറ്റെയിൽസ് എ അപ്ലോഡ് ചെയ്തു. ഈ അപ്ലോഡ് ചെയ്ത ഈ എയുടെ ഡീറ്റെയിൽസ് മിസ്റ്റർ ബി, അതായത് ബയർ എന്ത് ചെയ്തു? അക്നോളജ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തു, അംഗീകരിച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? പർച്ചേസ് ടാക്സ് അടച്ചു. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഈ ബിക്ക് കിട്ടേണ്ട പർച്ചേസ് ടാക്സ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ആയിട്ട് അയാളുടെ അക്കൗണ്ടിലോട്ട് കയറും. ഹി ക്യാൻ യൂസ് ദിസ് ടു അഡ്ജസ്റ്റ് ഇറ്റ് ലേറ്റർ ഫോർ ഫ്യൂച്ചർ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആൻഡ് റിസീവ് എ റീഫണ്ട്. അപ്പം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ശരിയാക്കി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യം വരുമ്പോൾ, ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ ആവശ്യം വരുമ്പോഴത്തേക്കും ഇത് റീഫണ്ടായിട്ട് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അടുത്തത് എലിജിബിലിറ്റി ഫോർ ടേക്കിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. എങ്ങനെയാണ് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എലിജിബിലിറ്റിയാണ് വേണ്ടത്? Every registered person shall be entitled to take credit of input tax charged on any supply of goods or service or both to him which are intended to be used in the course or furtherance of his business. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എലിജിബിലിറ്റി, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് എല്ലാവരും രജിസ്റ്റേർഡ് ആയിരിക്കണം. അതായത് GSTയുടെ അണ്ടറിൽ ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം, രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം എല്ലാവരും. ഇനി അവർ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ആകാം, അല്ലെങ്കിൽ സർവീസ് ആകാം, അല്ലെങ്കിൽ രണ്ടുമാകാം. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? which are used or intended to be used in the course or furtherance of business. ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുപോലത്തെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീസെയിൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടോ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ എ പർച്ചേസസ് ഗുഡ്സ് ഫോർ rupees 1 lakh rupeesൻ്റെ ഗുഡ്സ് മിസ്റ്റർ എ പർച്ചേസ് ചെയ്തു. എന്നിട്ട് പേയ്സ് ടാക്സ് അറ്റ് 5%. ഇൻപുട്ട് ടാക്സ് ആയിട്ട് 5% ടാക്സ് അടച്ചു. ഈ 5% എന്ന് പറയുന്ന, ഈ 1,00,000 5% എന്ന് പറയുന്ന 5,000 രൂപയാണ്. അത് ഇൻപുട്ട് ടാക്സ് അല്ലെങ്കിൽ പർച്ചേസ് ടാക്സ് ആയിട്ട് പേ ചെയ്തു. എന്നിട്ട് ഈ പർച്ചേസ് ചെയ്ത ഗുഡ്സ് എന്ത് ചെയ്തു? നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് അത് 2,00,000 രൂപയ്ക്ക് വിറ്റു. ആ വിറ്റപ്പോഴും 5% ഔട്ട്പുട്ട് ടാക്സും അടച്ചു. അപ്പോൾ ഇയാളുടെ ഒറിജിനൽ അല്ലെങ്കിൽ ഇയാൾക്ക് എത്ര രൂപയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് അയാളുടെ അക്കൗണ്ടിലോട്ട് വരുന്നത്? ആദ്യമേ അടച്ച 1,00,000ൻ്റെ 5% 5,000 രൂപ അയാളുടെ മിസ്റ്റർ എയുടെ അക്കൗണ്ടിലോട്ട് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലോട്ട് കയറുമെന്നാണ് പറയുന്നത്. Next one, conditions to get entitlement of input tax credit under GST. GSTയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് വേണം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്? അതിൽ ഫസ്റ്റ് വൺ,
he must be registered as a taxable person under GST. GSTയിൽ അണ്ടർ GSTയുടെ കീഴിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ആയിരിക്കണം, ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ വിച്ച് യു വാണ്ട് ടു ക്ലെയിം ITC ഷുഡ് ഹാവ് ബീൻ യൂസ്ഡ് ഓൺലി ഫോർ ബിസിനസ് പർപ്പസ്. ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമേ ആ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. ITC ക്യാൻ ബി ക്ലെയിംഡ് ഓൺ ടാക്സബിൾ ആൻഡ് സീറോ റേറ്റഡ് സപ്ലൈസ്. ടാക്സബിൾ സപ്ലൈസിനും സീറോ റേറ്റ് സപ്ലൈസിനും മാത്രമേ ITC കിട്ടത്തുള്ളൂ, അല്ലാതെ നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സിനും സർവീസസിനും ഒന്നും കിട്ടത്തില്ല. ഇഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ ചേഞ്ചസ് ഡ്യൂ ടു സെയിൽ, മെർജർ ഓർ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ്, then unused ITC shall be transferred to the sold, merged or transferred business. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്മാന് അയാളൊരു ബിസിനസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ആ ബിസിനസ് ഒന്നെങ്കിൽ വിൽക്കുകയോ അല്ലെങ്കിൽ വേറൊരു ബിസിനസ്സുമായിട്ട് മേർജ് ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് ആ ബിസിനസ്സിൻ്റെ ആദ്യത്തെ ഓണർ അയാളല്ലാതായിട്ട് മാറി. അപ്പം ഇപ്പം നിലവിൽ ഓണറായിട്ട് നിൽക്കുന്നത് ആരാണ്? ആർക്കാണോ ബിസിനസ് വിറ്റത്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ആരുടെ കയ്യിലാണോ ബിസിനസ് ഇരിക്കുന്നത് അതായിരിക്കും റിയൽ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എങ്ങോട്ടേക്ക് ക്രെഡിറ്റ് ആകത്തുള്ളൂ? പഴയ ഓണറിൻ്റെ അക്കൗണ്ടിലോട്ടല്ല, അല്ലാതെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഓണറിൻ്റെ അക്കൗണ്ടിലോട്ടേ ക്രെഡിറ്റ് ആകത്തുള്ളൂ. നെക്സ്റ്റ്, ഹി ക്യാൻ ക്രെഡിറ്റ് ITC ഇൻ യുവർ ഇലക്ട്രോണിക് credit ledger on the common portal in a provisional manner as prescribed in the model GST law. GST ലോയിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ഈ കിട്ടുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലിയാണ് അയാളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആകുന്നത്. അതും ഒരു പെർമനൻറ്റ് ബേസിസിലല്ല, പ്രൊവിഷണൽ മാനറിലായിരിക്കും. To claim ITC, you need supporting documents like tax invoice, debit note, supplementary invoice, etc. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചുമ്മാ പോയി നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പകരം എന്ത് വേണം? അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, സപ്ലിമെൻ്ററി ഇൻവോയ്സ് അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കണം. He can claim ITC if you have actually received some goods and services. ITC ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും അയാൾ എന്ത് എടുത്തിട്ടുണ്ടായിരിക്കണം? ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ചുമ്മാ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അയാളുടെ കയ്യിലെ ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. To claim ITC, the input tax must be paid through electronic cash ledger or electronic ledger, ക്രെഡിറ്റ് ലെഡ്ജർ. ITC ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച ഇൻപുട്ട് ടാക്സ് ഉണ്ടല്ലോ, അത് ചിലപ്പം നേരിട്ട് തന്നെയായിരിക്കും കൊണ്ടുപോയി അടച്ചിട്ടുള്ളതായിരിക്കുന്നത്. ഇൻ കേസ് അങ്ങനെ നേരിട്ടാണ് കൊണ്ടുപോയി അടച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തെളിവിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും കൂടെ കാണിക്കണം? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലൂടെയാണ് പേ ചെയ്തതായിട്ട് നമ്മൾ കാണിക്കണം. അത് അതിനുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കുന്നതിന് പകരം ഇലക്ട്രോണിക്കലി ടാക്സസ് പേ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. It is mandatory to file all applicable GST returns under section 27 like GST 1, 2, 2A, 6, 6A, 7, 7A. GST റിട്ടേൺസ് ആയിട്ടുള്ള GST 1, 2, 2A, 6, 6A, 7, 7A അങ്ങനത്തെ റിട്ടേൺസ് എല്ലാം മാൻഡേറ്ററി ആയിട്ട് തന്നെ നിർബന്ധമായിട്ടും ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. For goods which are received in lots, you can claim ITC only after you have received the final lot. നമ്മൾ ലോട്ട്സ് ആയിട്ടായിട്ട് അത് ബണ്ടിലായിട്ടാണ് നമ്മൾ ഗുഡ്സ് റിസീവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫൈനൽ ബണ്ടിൽ, അവസാനത്തെ ആ ഒരു ബണ്ടിലും കൂടി നമുക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, ഡോക്യുമെൻറ്റ്സ് നീഡഡ് ഫോർ ITC ക്ലെയിമിംഗ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു? വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ടാക്സ് ഇൻവോയ്സ്, സപ്ലിമെൻ്ററി ഇൻവോയ്സ്, അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുണ്ടെന്ന്. അപ്പം ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് GST ITC ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സപ്ലയർ ഇഷ്യൂഡ് ഇൻവോയ്സ് ഫോർ സപ്ലൈയിങ്. Supplier issued invoice for supplying the services and goods or both according to GST law. സപ്ലയർ ഇഷ്യൂഡ് ഇൻവോയ്സ് എന്ന് പറഞ്ഞ്, അതായത് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ രണ്ടും GSTയുടെ ലോ പ്രകാരം സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടാക്സ് സപ്ലയർ ഇഷ്യൂഡ് ഇൻവോയ്സ് ഒരു ഡോക്യുമെൻ്റാണ്. നെക്സ്റ്റ്, എ ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ ടു ദ റെസിപ്പിയൻറ്റ് ഇൻ കേസ് ഓഫ് ടാക്സ് പേയബിൾ ഓർ ടാക്സബിൾ വാല്യൂ ആസ് സ്പെസിഫൈഡ് ഇൻ ദി ഇൻവോയ്സ് ഈസ് ലെസ് ദാൻ ദി ടാക്സ് പേയബിൾ ഓർ ടാക്സബിൾ വാല്യൂ ഓൺ സച്ച് സപ്ലൈസ്. അതായത് ഡെബിറ്റ് നോട്ട് സപ്ലയർ ഇഷ്യൂ ചെയ്യണം. ആർക്ക്? റെസിപ്പിയൻറ്റിന് ഇഷ്യൂ ചെയ്യണം. അത് ഏത് സിറ്റുവേഷനിലാണ് ഇഷ്യൂ ചെയ്യുന്നത്? നമുക്ക് ഇൻവോയ്സിൽ പറഞ്ഞിട്ടുള്ള ടാക്സ് വാല്യൂ അടച്ച ടാക്സോ അല്ലെങ്കിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിതനായിട്ടുള്ള ആ ടാക്സ് വാല്യൂവിനെയോ കാട്ടിലും
അതായത് ആക്ച്വൽ വാല്യൂവിനെക്കാട്ടിലും കുറവാണ് നമ്മൾ ഈ ടാക്സ് ഇൻവോയ്സിൽ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്ലയർ റെസിപ്പിയൻറ്റിന് ഒരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, ബിൽ ഓഫ് എൻട്രി. ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് വരുമ്പോഴായിരിക്കും ബിൽ ഓഫ് എൻട്രി നമ്മൾ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എ ക്രെഡിറ്റ് നോട്ട് ഓർ ഇൻവോയ്സ് വിച്ച് ഈസ് ടു ബി ഇഷ്യൂഡ് ബൈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ISD അക്കോർഡിംഗ് ടു GST ഇൻവോയ്സ് റൂൾസ്. ഡെബിറ്റ് നോട്ട് പോലെ തന്നെ ക്രെഡിറ്റ് നോട്ടും നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. GST ഇൻവോയ്സ് റൂൾസ് അനുസരിച്ച് ISD ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ക്രെഡിറ്റ് നോട്ട് ഓർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. An invoice issued like the bill of supply under certain situations instead of tax invoice. ചില സിറ്റുവേഷൻസിൽ ടാക്സ് ഇൻവോയ്സസ് ഇഷ്യൂ ചെയ്യുന്നതിന് പകരം അവിടെ എന്ത് ഇഷ്യൂ ചെയ്യും? ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യേണ്ടത്? ഇഫ് ദ എമൗണ്ട് ഈസ് ലെസ്സർ ദാൻ Indian rupee 200 ഓർ ഇൻ കണ്ടീഷൻസ് വെദർ റിവേഴ്സ് ചാർജസ് ആർ ആപ്ലിക്കബിൾ അക്കോർഡിംഗ് ടു ദ GST law. GST law അനുസരിച്ച് നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് Indian rupee 200-ൽ കുറവോ അല്ലെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസമാണ് അവിടെ ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ ചില സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. A supplier issued a bill of supply for goods and services or both as per GST invoice rules. GST invoice rules അനുസരിച്ച് ഒരു സപ്ലയർക്ക് ബിൽ ഓഫ് സപ്ലൈയും ഇഷ്യൂ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനിയും ഈ മേളിൽ പറഞ്ഞിട്ടുള്ള ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്? GSTR 2 ഫോം എപ്പോഴാണോ നമ്മൾ ഫയൽ ചെയ്യുന്നത് ആ സമയത്തായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫർണിഷ് ചെയ്യുന്നത്. ഇനിയും എന്തെങ്കിലും ഫെയിലിയർ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്? ഒന്നെങ്കിൽ ഈ റിക്വസ്റ്റ്, അതായത് നമ്മൾ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുമല്ലേ, അപ്പോൾ ഇതെന്ത് ചെയ്യും? ഒന്നെങ്കിൽ റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് റിജക്ഷനായി പോകും. നെക്സ്റ്റ്, ITC ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് വെയർ ഡിപ്രീസിയേഷൻ ഈസ് ക്ലെയിംഡ്. അതായത് ചില ക്യാപിറ്റൽ ഗുഡ്സിൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം, അതെങ്ങനെയാണെന്ന് നോക്കാം. Where the registered person has claimed depreciation on the tax component of the cost of capital goods and plant and machinery under provisions of Income Tax Act 1961, the ITC shall not be allowed on the said tax component. അതായത് ITC ആക്ട് പ്രകാരം, ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കോസ്റ്റിലോ അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെയോ കോസ്റ്റിൻ്റെ എമൗണ്ടിൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കോസ്റ്റിലോ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇൻകം ടാക്സ് ക്രെഡിറ്റ് എന്നുള്ള ആ ഒരു കാര്യം അവൈലബിൾ അല്ല, കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. മിസ്റ്റർ എ പർച്ചേസസ് ക്യാപിറ്റൽ ഗുഡ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ ആണല്ലോ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗുഡ്സ് 5 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ട് 5% ടാക്സ് ഇൻപുട്ട് ടാക്സ് ആയിട്ട് അടച്ചു. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഈ എമൗണ്ടിൻ്റെ മേലെ ഡിപ്രീസിയേഷൻ, അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ മേലെ 1961 ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇയാൾക്ക് എന്തു കിട്ടത്തില്ലെന്നാണ് പറയുന്നത്? ആദ്യമേ ഇയാൾ 5 ലക്ഷത്തിന് അടച്ച 5% ഇൻപുട്ട് ടാക്സ് അവൈൽ ചെയ്ത് കിട്ടത്തില്ല. ഇനി ടൈം ലിമിറ്റ് ടു അവൈൽ ദ ഇൻകം ടാക്സ് ക്രെഡിറ്റ്, അതായത് ഒരു സമയപരിധിക്കുള്ളിൽ മാത്രമേ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. ടൈം ലിമിറ്റ് ടു ക്ലെയിം ITC അഗെയിൻസ്റ്റ് ആൻ ഇൻവോയ്സ് ഓർ ഡെബിറ്റ് നോട്ടീസ് ഏർലിയർ ഓഫ് ബിലോ 2 ഡേറ്റ്സ്. നമുക്ക് 2 ഡേറ്റ്സ് മെയിനായിട്ടും തന്നിട്ടുണ്ട്. ഈ 2 ഡേറ്റ്സിന് ഉള്ളിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ ഡേറ്റ് ആയിരിക്കും നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് അവൈൽ ചെയ്ത് കിട്ടുന്നത്. The due date of filing GST return for September of next financial year or date of filing the annual returns relevant for the financial year. അതായത് 2 ഡേറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. GST റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ആയിട്ടുള്ള, അതായത് അടുത്ത നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ GSTR റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് ആയിട്ടുള്ള സെപ്റ്റംബറിലോ ഒന്നെങ്കിൽ അത്, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിന് റിലവൻ്റ് ആയിട്ട് നമ്മൾ ഫയൽ ചെയ്യേണ്ട ആനുവൽ റിട്ടേൺ എന്നാണോ ഫയൽ ചെയ്യുന്നത്. ഈ 2 ഡേറ്റ്സ് ഉണ്ട്. ഈ 2 ഡേറ്റിൽ ഏതെങ്കിലും ഡേറ്റ് ഏതാണോ ഫസ്റ്റ് വരുന്നത് ആ ഡേറ്റ് ആയിരിക്കും നമ്മളത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യേണ്ടത്. എക്സാമ്പിൾ നോക്കിക്കേ. XY Corp. A buyer has a purchase invoice was dated 8th July 2017 wants to claim GST paid on that purchase. Here the limit is, അതായത് ഒരു XY എന്ന് പറഞ്ഞൊരു കോർപ്പറേഷന് 2017 ജൂലൈ 8-ാം തീയതി അയാൾ സാധനം പർച്ചേസ് ചെയ്തിട്ട് പർച്ചേസ് ഇൻവോയ്സ് കാണിച്ചു. അപ്പോൾ അയാൾക്ക് എന്നിട്ട് അതിൻ്റെ അതൊന്നും GST പെയ്ഡ് കാണണമെന്നാണ് പറയുന്നത്. അയാൾക്ക് ഇൻകം ടാക്സ് പെയ്ഡ് കിട്ടണം. അപ്പോൾ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ 2017 ജൂലൈയിലാണ്. അപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൻ്റെ
GST റിട്ടേൺ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ് വരുന്നത്. അപ്പോൾ സെപ്റ്റംബർ 2018 അപ്പോൾ അതങ്ങനെ വന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് ഡേറ്റ് വന്നേക്കുന്നത് October 20th 2018 വന്നേക്കുന്നത്. ഒരു ഡേറ്റ് എന്ന് പറയുന്നത് October 20th 2018. ഇനി ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 31st December 2018 അപ്പോൾ ഇതിലേതാണോ ഏർലിയർ ആയിട്ട് സംഭവിക്കുന്നത് അതായിരിക്കും അന്നത്തെ ഡേയിൽ മാത്രമേ ITC ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ ആദ്യം സംഭവിച്ചിട്ടുള്ളത് 20th October 2018 ആയതുകൊണ്ട് തന്നെ അതായിരിക്കും GST ITCയുടെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ITC ഈസ് നോട്ട് അവൈലബിൾ ടു ബി ക്ലെയിംഡ് ഇൻ ദ ഫോളോയിങ് കേസസ്. ചില സിറ്റുവേഷൻസിൽ സെക്ഷൻ 16(9) അനുസരിച്ച് സബ്സെക്ഷൻ 9 അനുസരിച്ച് ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്ന് നോക്കിക്കേ. ITC കനോട്ട് ബി ക്ലെയിംഡ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ് യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സിനും സർവീസസിനും ITC കിട്ടത്തില്ല. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റീസെയിൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടോ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. Next, if you have acquired goods and services under a contract which results in contraction of immovable property other than plant and machinery. Plant and machinery ഒഴിച്ച് വേറെ ഏതെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് അണ്ടറിലുള്ള കോൺട്രാക്റ്റിലാണ് ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് നടന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ പറ്റത്തില്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ ഓക്കെ, അല്ലാതെ വേറെ ഏതെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ലാൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. നെക്സ്റ്റ്, ഇഫ് യു ഹാവ് പെയ്ഡ് ഓൺ ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് GST കോമ്പോസിഷൻ സ്കീം. GST കോമ്പോസിഷൻ സ്കീം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ GST കോമ്പോസിഷൻ അവൈൽ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും GST ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഒരു 1% അടച്ചാൽ 1 ടൈം പേ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടത്തില്ല. നെക്സ്റ്റ്, ഇഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹാവ് ബീൻ യൂസ്ഡ് ടു ബിൽഡ് ഇമൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് സച്ച് പ്രോപ്പർട്ടി ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ്. ഇപ്പം ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലാത്ത വേറെ ഏതെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബിൽഡ് ചെയ്യാനാണ്. അങ്ങനെ ബിൽഡ് ചെയ്തിട്ട് ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ITC നോട്ട് അവൈലബിൾ ആണ്. സച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ഹാവ് ബീൻ യൂസ്ഡ് ബൈ എംപ്ലോയീസ് ഫോർ ദർ പേഴ്സണൽ കൺസപ്ഷന്. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ കൂടിയും അവരുടെ പേഴ്സണൽ കൺസപ്ഷന് വേണ്ടിയിട്ടാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്കും ITC കിട്ടത്തില്ല. Last one, if depreciation have been claimed on the cost of capital goods then they are not eligible of input tax credit. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കോസ്റ്റിൽ ഡിപ്രീസിയേഷൻ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ITC കിട്ടത്തില്ല എന്നുള്ളത്.